നമസ്കാരം. ആനയുടെ ശക്തി ആനയ്ക്ക് അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസ്സുകാരുടെ കാര്യം. ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് ഇന്നലെ കേരളം കണ്ടത്. ഇത്രയും നാൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കുറിച്ച് പ്രവർത്തകർക്ക് പോലും അത്ര വലിയ മതിപ്പുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അത്തരത്തിലുള്ളതായിരുന്നു. എന്നാൽ ഇന്നലെ സ്ഥിതി മാറി. നവകേരള സർക്കിട്ടിനിടയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പലയിടങ്ങളിലായി പോലീസും ഡിവൈഎഫ്ഐ ഗുണ്ടകളും തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വി.ഡി. സതീശൻ പങ്കെടുത്ത് മടങ്ങിയതിനു ശേഷമാണ് മാർച്ച് അക്രമാസക്തമായത്. അതിനുശേഷം മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസുകാർ നടത്തിയത്. കല്ലും വടികളും പോലീസിനു നേർക്ക് വലിച്ചെറിഞ്ഞും പോലീസ് വാഹനങ്ങൾ തല്ലിത്തകർത്തും തലസ്ഥാനത്തെ അവർ യുദ്ധക്കളമാക്കി. പോലീസ് വാഹനത്തിൻ്റെ ചില്ല് തല്ലിത്തകർത്ത പ്രവർത്തകനെ പോലീസ് പിടികൂടിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ഇടപെട്ട് മോചിപ്പിച്ചു. പിന്നീട് അക്രമം നടത്തിയ പ്രവർത്തകരിൽ ചിലർ DCC ഓഫീസിൽ ഉണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തിയെങ്കിലും തന്നെ തല്ലി താഴെയിട്ടിട്ടേ പ്രവർത്തകരെ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് നിലപാടെടുത്ത വി.ഡി. സതീശന്റെ പുതിയൊരു മുഖമാണ് ഇന്നലെ ഇവിടെ കണ്ടത്. ഇത് പ്രവർത്തകരിൽ വലിയ ഊർജം നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐക്കാർ ചോദിച്ചു വാങ്ങിയതായിരുന്നു ഇതെല്ലാം. അതൊക്കെ ശരി തന്നെയാണ്. പ്രതിഷേധമാകുമ്പോൾ കുറച്ചൊക്കെ അക്രമാസക്തമാകും. നവകേരള സദസ്സിൻ്റെ ഉൾപ്പെടെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ തല്ലിത്തകർത്തതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പോലീസ് പലയിടങ്ങളിലും വളരെ ക്രൂരമായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്കാരോട് പെരുമാറിയിട്ടുണ്ട്. കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ KE ബൈജു പ്രവർത്തകൻ്റെ കഴുത്തു പിടിച്ച് ശ്വാസം മുട്ടിച്ചതും, ആലപ്പുഴ വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിഷേധക്കാരെ വാഹനം നിർത്തി ചാടിയിറങ്ങി മുഖ്യമന്ത്രിയുടെ ഗൺമാനും അംഗരക്ഷകരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചതുമൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. പക്ഷേ അവരാരുമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. പ്രവർത്തകർ എത്ര പ്രകോപിതരായിട്ടും പോലീസ് സംയമനം പാലിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. അവരവരുടെ ഇഷ്ടപ്രകാരമല്ല പോലീസുകാർ സമരക്കാരെ തല്ലുന്നത്. മുകളിൽ നിന്നുള്ള ഏമാന്മാർ ഉത്തരവിട്ടാൽ, അത് മന്ത്രി ഏമാനായിരുന്നാലും പോലീസ് ഏമാനായിരുന്നാലും താഴെയുള്ള ഉദ്യോഗസ്ഥൻ അനുസരിച്ചേ പറ്റൂ. അല്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധക്കാരെ തടയാൻ നിൽക്കുന്ന പോലീസുകാരെ കല്ലെറിഞ്ഞിട്ട് എന്തു കാര്യം? ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതൽ പേരും. പഠിപ്പിനൊത്ത പണി കിട്ടാത്തത് കൊണ്ട് പോലീസായി, അത്രയേ ഉള്ളൂ. ഇനി യൂത്ത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയുണ്ട്, സഹതാപമുണ്ട്. നിങ്ങളായിട്ടത് ഇല്ലാതാക്കരുത്. ഇപ്പോൾ പോലീസിൻ്റെ വണ്ടിയായാലും KSRTC ബസ്സായാലും, എന്തിന് നിങ്ങൾ ഇന്നലെ തല്ലിത്തകർത്ത പോലീസിൻ്റെ ഷീൽഡായാലും അത് പൊതുമുതലാണ്. അതിൻ്റെ ഉടമസ്ഥർ നിങ്ങളും കൂടിയാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. അതൊക്കെ പഴയ സമര രീതികളാണ്. വഴിയാത്രക്കാരുടെയും വാഹനമോടിക്കുന്നവരുടെയും കാഴ്ച മറച്ചുകൊണ്ട് റോഡിന് നടുവിലും നടപ്പാതയിലുമൊക്കെ വെച്ചിരിക്കുന്ന ബോർഡുകളും ബാനറുകളും ഒക്കെ തല്ലിത്തകർക്കുകയോ കീറിക്കളയുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അത് പൊതുജനങ്ങൾക്കും ഉപകാരമുള്ളതാണ്. പക്ഷേ പൊതുമുതൽ നശിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസ്സുകാർക്ക് ഐക്യമില്ലെന്നും തമ്മിൽ തല്ലാണെന്നുമൊക്കെയുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. അത് മുതിർന്ന നേതാക്കളുടെ കാര്യത്തിൽ. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒത്തൊരുമയും ഐക്യവും അതിലുപരി ചങ്കൂറ്റവും ഉണ്ടെന്ന ഇന്നലെ ജനങ്ങൾക്ക് ബോധ്യമായി. ഈ ഐക്യവും ഒത്തൊരുമയും ചങ്കൂറ്റവും ഒക്കെ ഇനിയും നിലനിർത്തുകയാണ് ചെയ്യേണ്ടത്. പിണറായി വിജയന്റെ ഭരണവും ഡിവൈഎഫ്ഐ ക്രിമിനലുകളുടെ കൊടും ക്രൂരതകളും കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്, മടുത്തിരിക്കുകയാണ്. ഈ മടുപ്പാണ്, ഈ പൊറുതിമുട്ടലാണ് UDF പ്രയോജനപ്പെടുത്തേണ്ടത്. കിറ്റല്ല പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും ഇടതുപക്ഷത്തിന് ഇനി തീവ്ര അന്തം കമ്മികളല്ലാത്തവർ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും മാറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് UDF നേതൃത്വവും യൂത്ത് കോൺഗ്രസ്സുകാരെ നല്ല രീതിയിൽ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കരുത്തനായ യുവ നേതാവിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുറപ്പാണ്. പക്ഷേ ഇന്നലത്തെ പ്രതിഷേധം വൻ വിജയമായി കണ്ട് ഇനിയും ആവർത്തിച്ചാൽ ജനങ്ങളുടെ പിന്തുണ പോലും ഇല്ലാതാകുകയും യൂത്ത് കോൺഗ്രസ്സുകാർ ഡിവൈഎഫ്ഐക്ക് സമന്മാരായി തീരുകയും ചെയ്യും. എന്തായാലും ഒരു മാറ്റം അനിവാര്യമായ കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിന് കഴിയും എന്ന പ്രത്യാശയോടെ വീണ്ടും കാണാം.